കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകരുമായി ചർച്ച ചെയ്യണം. ആ സംശയങ്ങളെല്ലാം തീർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അതിനേക്കാൾ പ്രധാനപ്പെട്ട ഏടുകളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് സംശയങ്ങൾ തീർത്ത് വേണം നിങ്ങൾ പോകുവാൻ. ഏതായാലും ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വിവരങ്ങൾ, അത്യാവശ്യം രേഖപ്പെടുത്തേണ്ട വിവരങ്ങൾ, ബുക്കിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. വൈ സ്പൈസസ് ആർ സോ എസെൻഷ്യൽ ടു യൂറോപ്യൻസ്? സുഗന്ധവ്യഞ്ജനങ്ങൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻസിന് എസെൻഷ്യൽ, ഏറ്റവും അത്യാവശ്യമായിരുന്നത്? യൂറോപ്യൻസ് ഫേസ്ഡ് ഷോർട്ടേജ് ഓഫ് ഫുഡ് ഡ്യൂറിങ് വിൻ്റർ സീസൺ. So, they preserve cattle meat as food for winter. Spices like pepper, cardamom, cinnamon and ginger are used to preserve meat for a long time. So, spices are essential to ഫോറിനേഴ്സ്. ശൈത്യകാലത്ത് യൂറോപ്പിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി അവർ ശൈത്യകാലം തുടങ്ങും മുമ്പ് കന്നുകാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചിരുന്നു. ഇറച്ചി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി കുരുമുളക് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. കുരുമുളക് ശേഖരിക്കാൻ വേണ്ടി പുരാതന കാലം മുതലേ കച്ചവടക്കാർ ഇന്ത്യയിൽ എത്തിയിരുന്നു. The Turks' conquest of Constantinople necessitated the Europeans to discover a sea route to India. Why? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ it necessitated the Europeans to discover a sea route to India. ഇന്ത്യയിലേക്കുള്ള ഒരു സീ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് അവർക്ക് വളരെ അത്യാവശ്യമായിരുന്നു. എന്തുകൊണ്ട്? ദ ടക്സ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 interrupted trade between Asia and Europe. This situation necessitated the Europeans to discover a new sea route to India. ഒരിക്കൽ കൂടി പറയാം. ദ ടക്സ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 interrupted trade between Asia and Europe. This situation necessitated the Europeans to discover a new sea route to India. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. ഹൂ ആർ ദ യൂറോപ്യൻസ് റീച്ച്ഡ് ഇന്ത്യ ഫോർ ട്രേഡ്? ഏതൊക്കെ യൂറോപ്യൻസ് ആണ് കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിൽ എത്തിച്ചേർത്തത്? ദ പോർച്ചുഗീസ്, പോർച്ചുഗൽ. ദ ഡച്ചുകാർ അല്ലെങ്കിൽ ഹോളണ്ട്. ദ ഇംഗ്ലീഷ്, ഇംഗ്ലണ്ട്. ദ ഫ്രഞ്ചുകാർ. In which year the Portuguese arrived India by sea route? The Portuguese arrived India in 1498 at Kapad near Kozhikode under the leadership of Vasco da Gama. Portuguese arrived India in 1498 at Kapad near Kozhikode under the leadership of വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ 1498 മെയ് മാസത്തിൽ
കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിച്ചേർന്നു. വൈ ഡിഡ് ദ പോർച്ചുഗീസ് ടീം ഗോ ഫ്രം കോഴിക്കോട് ടു കണ്ണൂർ? എന്തുകൊണ്ടാണ് പോർച്ചുഗീസ് ടീം കോഴിക്കോട്ട് നിന്നും കണ്ണൂരേക്ക് പോയത്? ദ സാമോറിൻ, ദ റൂളർ ഓഫ് കോഴിക്കോട്, ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോ ഡ ഗാമ, സോ ഹി വെന്റ് ടു കണ്ണൂർ ഫ്രം കോഴിക്കോട്. The Samorin, the ruler of Kozhikode, did not provide trading facilities to Vasco da Gama, so he went to Kannur from Kozhikode. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. വാസ്കോ ഡ ഗാമ ഗോട്ട് എ പ്രോഫിറ്റ് വിച്ച് വാസ് 60 times greater than the cost of their voyage by selling the goods they took back with them. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ചത്. വാസ്കോ ഡ ഗാമ ഗോട്ട് എ പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കി, വിച്ച് വാസ് 60 times greater than the cost of their voyage by selling the goods they took back with them. Who were the Portuguese who came to India for the trade after Vasco da Gama? വാസ്കോ ഡ ഗാമയെ തുടർന്ന് പോർച്ചുഗീസ് വന്ന രണ്ട് നാവികർ അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. അൽമേഡ, അൽബുക്കർക്ക് എന്ന നാവികരായിരുന്നു വാസ്കോ ഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികർ. മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് പോർച്ചുഗൽ ഇൻ ഇന്ത്യ: ഗോവ, ദാമൻ, ദിയു. പോർച്ചുഗീസുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു. പോർച്ചുഗീസ് were also known as Portuguese. Impacts of Indo-Portuguese relationship. എന്തൊക്കെയായിരുന്നു ഇൻഡോ പോർച്ചുഗീസ് ബന്ധത്തിലൂടെ ഉണ്ടായ ഇമ്പാക്ട്സ്? പോർച്ചുഗീസ് കൺസ്ട്രക്റ്റഡ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ. Portuguese introduced the agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. Printing machine and the art form Chavittu Nadagam are also introduced by the Portuguese in India. They propagated Christianity. നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ്. The Portuguese could not establish many trade centers in India. Why? The Portuguese could not establish many trade centers in India. Why? They did not have enough economic and military resources to compete with other European powers. They also faced resistance from native forces. They did not have enough economic and military resources to compete with other European powers. They also faced resistance from native forces. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാർമാർ ആയിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർസ്, the admirals of Samorins naval force, led the resistance against the Portuguese in the Malabar region.
Main trade centers of Dutch in India were Kochi and Kollam. Hortus Malabaricus. It was Van Reed, a Dutch governor, who initiated the compilation of Hortus Malabaricus, a book on the medicinal plants of Kerala. He completed the book with the help of Itti Achyutan Vaidyar. Hortus Malabaricus. It was Van Reed, a Dutch governor, who initiated the compilation of Hortus Malabaricus, a book on the medicinal plants of Kerala. He completed the book with the help of Itti Achyutan Vaidyar. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻ റീഡ് ആണ്. ഡച്ച് ഗവർണറായിരുന്നു ഇദ്ദേഹം. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. ബാറ്റിൽ ഓഫ് കുളച്ചൽ 1741. The Dutch fought with Marthandavarma, the king of Travancore, following the disputes over trade. The Dutch were defeated in the Battle of Kolachal in 1741. They lost their ground in India with this war. The Dutch were also called Lendens. മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള ആ ഡച്ചുകാരുടെ ആ യുദ്ധത്തോടുകൂടി ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധത്തോടുകൂടി അവർക്ക് ഇന്ത്യയിലെ അവരുടെ സ്വാധീനം അവസാനിക്കുകയാണ് ഉണ്ടായത്. ദ ഡച്ച് fought with Marthandavarma, the king of Travancore, following the disputes over trade. The Dutch were defeated in the Battle of Kolachal in 1741. They lost their ground in India with this war. The Dutch were also called Lendens. കുളച്ചൽ യുദ്ധം 1741. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു. The English in India. The English East India Company was formed in England in 1600 AD for trade with the countries like India and China. Surat in Gujarat was the first trade center of the company in India. They also established trading centers at Bombay, Calcutta and Madras. The English East India Company was formed in England in 1600 for trade with the countries like India and China. Surat in Gujarat was the first trade center of the company in India. They also established trade centers at Bombay, Calcutta and Madras. ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു. മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. The French in India. The French East India Company was established in 1664
and the French reached India for the purpose of trade. Pondicherry or Puducherry, Mahi and Karaikal were the chief trade centers of French. Pondicherry was their headquarters. The French East India Company was established in 1664 and the French reached India for the purpose of trade. Pondicherry or Puducherry, Mahi and Karaikal were the chief trade centers of the French. Pondicherry was their headquarters. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച മുഴുവൻ പാഠഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട കുറിപ്പുകൾ നിങ്ങൾ ബുക്കിലേക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വർക്ക്ഷീറ്റുകളും മറ്റും പൂരിപ്പിച്ച് നിങ്ങൾ അധ്യാപകരുമായി ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബുക്കിൽ എഴുതുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.